പാകിസ്ഥാനെ ഞെട്ടിച്ച് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ അഫ്ഗാനിസ്ഥാനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശത്തെ ജണ്ടോല ഫ്രോണ്ടിയർ കോർപ്സ് സൈനിക താവളം അവിടേക്ക് തീവ്രവാദി ആക്രമണം നടന്നു. ഇക്കുറി ആക്രമണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജാഫർ എക്സ്പ്രസിന് നേരെ BLA പോരാളികൾ ആക്രമണം നടത്തിയത്. TTP ആണ്. അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയുള്ള TTP നടത്തിയ ആക്രമണത്തിൽ പുലർച്ചെ 4 മണിക്കാണ് ആ സൈനിക ക്യാമ്പിന് സമീപത്തുണ്ടായിരുന്ന ഒരു വാഹനം പൊട്ടിത്തെറിച്ചത്. പിന്നീട് തീവ്രവാദികളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. താലിബാൻ പിന്തുണയുള്ള തീവ്രവാദികളാണ്. അവരിൽ 10 പേരെ വെടിവെച്ച് കൊന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ചില ഏജൻസികൾ പറയുന്ന ഔദ്യോഗികമായി സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും അനൗദ്യോഗികമായി പറയുന്ന വാർത്തകൾ ഈ ആർമി ക്യാമ്പിൽ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങളുമായി പുറത്തേക്ക് ആംബുലൻസുകൾ പോകുന്നത്, ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടു. 30ഓളം ആംബുലൻസുകൾ പോകുന്നത് വരെ എണ്ണിയെന്ന് സമീപവാസികൾ പറയുന്നുണ്ട്. മരണം ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ തുടർച്ചയായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 60ഓളം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. 30ഓളം സൈനികരും യാത്രക്കാർ പട്ടാളക്കാർ തന്നെയായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ആർമി ക്യാമ്പിൽ ഫ്രോണ്ടിയർ കോർപ്സിൻ്റെ ക്യാമ്പിലേക്ക് ആക്രമണം നടന്നുകൂടി പാകിസ്ഥാൻ വല്ലാതെ ഞെട്ടിയിരിക്കുക. നിരന്തരം തങ്ങളുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു എന്ന് പുറത്തു പറയാൻ മടിയുള്ളതുകൊണ്ട് അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പാകിസ്ഥാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ കൂടെ അവർ ഇത് ചെയ്തത് ഇന്ത്യയാണ്. അതെ. പാക് വിദേശകാര്യ വക്താവ് ഷഫ്ഖത്ത് അലി ഖാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത് ആക്രമണത്തിന് ഒറിജിനേറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാനിലാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ്റെ പിന്നിൽ മറ്റൊരു വിദേശ രാജ്യമുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങളും പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരുമൊക്കെ പാകിസ്ഥാനോട് ശത്രുതയുള്ള ഒരു രാജ്യം അഫ്ഗാൻ വഴി ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ജാഫർ എക്സ്പ്രസ് ആക്രമണം ഉണ്ടായതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് അത് അസംബന്ധമാണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്ത് കഴിഞ്ഞൊരു സംഭവമാണ്. അതിൽ ഞങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം അഫ്ഗാനിസ്ഥാൻ ചെയ്തവർ അവരാ ചെയ്തെന്ന് പറയുന്നുണ്ട്. അവർ മാത്രമല്ല അവർക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ബലൂചിസ്ഥാനിലോ ഖൈബർ പഖ്തൂൺഖ്വയിലോ ഒന്നും ഈ ഫ്രോണ്ടിയർ കോറിന് കടന്നു ചെല്ലാൻ തന്നെ പറ്റില്ല. ഈ ഫ്രോണ്ടിയർ കോറിനെയാണ് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ചെല്ലാൻ പറ്റുന്നില്ല. ഇതെന്താണ് അല്ല, അപ്പോൾ നോക്കണം, ഫ്രോണ്ടിയർ കോർപ്സിനെ തന്നെ ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ബലൂചിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ BLA അറ്റാക്ക് ചെയ്യേണ്ട, അവരെ ചെറുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഫ്രോണ്ടിയർ കോർപ്സിനുള്ളത്. അവരുടെ ക്യാമ്പാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പരോക്ഷമായി BLAക്ക് സഹായകരമാണ് ഈ TTPയുടെ ആക്രമണം. അപ്പോൾ TTPയും BLAയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. TTP ആണെങ്കിൽ അഫ്ഗാന്റെ സ്വന്തമാണ്. അതെ, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ഈ തെഹ്രീക്ക് താലിബാൻ TTP അവര് ആണ് ആ അഫ്ഗാനിസ്ഥാനിൽ താവളം അടിച്ചിട്ട് അവിടെയാണ് അവർ നേതാക്കൾ. അതെ, ആ ഖൈബർ പഖ്തൂൺഖ്വയുടെ അപ്പുറത്താണ്, ആ അതിർത്തിയിൽ അപ്പുറത്താണ് ഈ TTPയുടെ നേതാക്കളൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലാണുള്ളത് ആണ് വിവരം. അതുകൊണ്ട് അവർ ഇവിടുത്തെ പട്ടാള താവളങ്ങൾ ഇതിനു മുമ്പും ആക്രമിച്ചിട്ടുണ്ട്. 2-3 മാസമായിട്ട് നിരന്തരം ആക്രമണം നടക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് പാകിസ്ഥാൻ ഒരു ആക്രമണം അതെ നടത്തിയപ്പോൾ മറ്റേ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് കൊല്ലപ്പെട്ടത്. അത് വലിയ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് വരികയും ചെയ്തിരുന്നു. ആദ്യം താലിബാനെ ഇന്ത്യക്കെതിരെയൊക്കെ വളർത്തിയെടുത്തത്, പ്രത്യേകിച്ച് ഈ സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശം മറ്റേ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന കാലത്ത് അതിന് ഈ മുജാഹിദ്ദീനെയൊക്കെ വളർത്തിയെടുത്ത് സോവിയറ്റ് യൂണിയനെതിരെ വളർത്തിയെടുത്തത് പാകിസ്ഥാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് പാകിസ്ഥാനെതിരെ അവർ നീങ്ങുകയും ഇപ്പോൾ ഈ ഖൈബർ പഖ്തൂൺഖ്വ പോരാളികൾ, ബലൂചിസ്ഥാനിലെ പോരാളികൾ ഇവർക്കൊക്കെ സഹായം നൽകുന്ന വിധത്തിൽ പെരുമാറുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. TTP നിരന്തരം ആ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഈ ആക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോൾ വിശേഷമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റമസാൻ പാകിസ്ഥാന് മറക്കാൻ പറ്റാത്ത ചോരയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന റംസാനാണ്. അത് റംസാനിന് 2 ദിവസം മുമ്പ് തന്നെ മറ്റേ ഖൈബർ പഖ്തൂൺഖ്വയിലെ ആ ഈ മറ്റേ ഇപ്പോൾ താലിബാൻ ഭരണകൂടമാണ്.
ആ ഭരണകൂടത്തിലെ ഭരണകർത്താക്കളുണ്ടല്ലോ, ഭരണകൂടത്തിനെ നയിക്കുന്നവർ, ഇവരൊക്കെ പഠിച്ച മദ്രസയിലാണ് അവിടെ ആക്രമണം നടന്നത്. മദ്രസ ഓഫ് ജിഹാദ് അല്ലേ? എല്ലായിടത്തേക്കും പഠിപ്പിച്ചയക്കുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഇവിടെ ഈ ദിയോബന്ദിലൊക്കെ വരില്ലേ, ഉത്തർപ്രദേശിൽ, അവിടെ വരുന്ന പോലെയാണ് ഈ മദ്രസയിൽ പോയിക്കൊണ്ടിരുന്നത്. ഹക്കാനി മദ്രസ എന്ന് പറയുന്നത്. ആ മദ്രസ സ്ഥാപിച്ചയാൾ ഇവരുടെ ഏറ്റവും വലിയ, അയാൾ ദിയോബന്ദിൽ നിന്ന് പോയ ആളായിരുന്നു. ആ സ്ഥാപിച്ച ആളുടെ മകനാണിപ്പോൾ ഈ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങയുടെ സഹോദരനെ 2 കൊല്ലം മുമ്പ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹക്കാനി മദ്രസയാണ് ഈ അവിടുത്തെ ക്ലർക്കുകളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് പല സ്ഥലത്തേക്കും വിടുന്നത്. അപ്പോൾ ഈ ഹക്കാനി മദ്രസയെ പലപ്പോഴും പാകിസ്ഥാൻ ഭരണകൂടം ഉപയോഗിച്ചിരുന്നു താലിബാനുമായിട്ട് സംസാരിക്കാനുമൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ ഹക്കാനി മദ്രസയിൽ ഈ ആക്രമണം നടക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലിബാൻ സംഘത്തിൻ്റെ അകത്ത് തന്നെ ചേരിതിരിവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കാരണം ആ ആക്രമണം നടത്തിയത് BLA-യോ ഖൈബർ പഖ്തൂൺഖ്വയോ TTP-യോ ഒരാളും ഓൺ ചെയ്തില്ല, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ആ മദ്രസയുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ തന്നെ ചേരിതിരിവ് വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ TTP-യും കൂടി രംഗത്ത് വന്നപ്പോൾ ഈ ഹക്കാനി മദ്രസയെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് താലിബാൻ ഭരണകൂടത്തെ വശപ്പെടുത്താനായിട്ട്. നമ്മളാണെങ്കിൽ മിസ്രിയൊക്കെ പോയി താലിബാനും ഒക്കെ ആയിട്ട് വിദേശകാര്യ സെക്രട്ടറി പോയി സംസാരിച്ച് കച്ചവടമൊക്കെ ഉറപ്പിച്ച് നമ്മളും അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം ഈ പാകിസ്ഥാനൊക്കെ ആരോപിക്കാവുന്ന വിധത്തിലാണെങ്കിൽ ഈ BLA-യുടെ നേതാവ് അസ്ലമിനെ ഡൽഹി സാകേതിലെ മാക്സ് ആശുപത്രിയിൽ നമ്മൾ ചികിത്സിച്ചിരുന്നു. വലിയ പരിക്കൊക്കെ പറ്റിയപ്പം അതും ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പിന്നെ ഒരു മറ്റേ പൂച്ചട്ടി കൊണ്ടടിക്കുന്ന ജീവകാര്യ പ്രവർത്തനമാണെങ്കിൽ നമ്മളൊരു ഒരു വിമോചന പോരാളിയെ വിമോചന പോരാളിയെ നമ്മൾ സാകേതിൽ ഡൽഹിയിൽ ചികിത്സിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബലൂചിസ്ഥാൻ പിന്നെ ഖൈബർ പഖ്തൂൺഖ്വ ഈ 2 പ്രവിശ്യകൾ, 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒട്ടും താമസിയാതെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ അതുപോലെയാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ഈ ജഡങ്ങൾ, ശവപ്പെട്ടികൾ പട്ടാളക്കാരുടെ ജഡങ്ങൾ അല്ല. ഇത് എൻ്റെ ഒരു സംശയം, ഇവർ നിരന്തരം ഇന്ത്യയാണ് ഇതിൻ്റെ പേരിൽ പിന്നിൽ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇന്ത്യ ആണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഈ റോയുടെയൊക്കെ പങ്കാളിത്തമൊക്കെ ഈ ഇവർ ആരോപിക്കുന്നുണ്ട്. പല ഒന്നാമത് ഈ ബലൂചിസ്ഥാൻ്റെ അകത്ത് ചൈനയുടെ വലിയ പ്രസൻസ് അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ചൈനയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതല്ല. നമ്മളിതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, നമുക്കറിയില്ല. പക്ഷെ അവിടെ ചൈനയുടെ സാന്നിധ്യം വരികയും ഈ കൂടി ഈ റോഡ് പണിയുകയും അത് നമുക്ക് പ്രശ്നമാണ്. അത് ശരിയല്ല. കാരണം പാക് അധിനിവേശ കശ്മീർ, ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയതാണ് എന്ന് ജയശങ്കർ പറഞ്ഞു. അത് നന്നാ പ്രശ്നം തീരുന്നു. അതെ, അത് നമ്മൾ പിടിക്കുന്നതോടുകൂടി പ്രശ്നം തീരുന്നും പറഞ്ഞിരുന്നു. പക്ഷെ അതുകൂടി ഈ കോറിഡോർ ഉണ്ടാകും ചൈനയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യ ഏതെങ്കിലും കാരണവശാൽ POK പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ചൈനയെ അവിടെ ഇടപെടിക്കുന്നത്. അതെ, ചൈനയുടെ പട്ടാളം എപ്പോഴും ഈ POK-യിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വരുത്തുന്ന പരിപാടിയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാത ഈ ഇക്കണോമിക് കോറിഡോറിൽ POK-യിൽ കൂടി ചൈന പണിയുന്നത് ഇറാനിലേക്കാണ്. ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, കുഴപ്പമൊന്നുമില്ല. ചൈന റോഡ് പണിയട്ടെ, അത് കഴിയുമ്പോൾ റോഡ് നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അത് മതി, നല്ല സൗകര്യത്തോടുകൂടി റോഡോടുകൂടി. ചൈനീസ് റോഡാണ്, വിശ്വസിക്കാൻ പറ്റുമോ? അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ മറ്റേ കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെറീഫ് ബലൂചിസ്ഥാനിൽ സന്ദർശനമൊക്കെ നടത്തിയിരുന്നല്ലോ. എന്തോ കുഴപ്പം പറ്റാതെയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അല്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ
വലിയ മാരകമായി ആക്രമിക്കുന്ന ആയുധങ്ങളൊന്നും ഇല്ലല്ലോ ബലൂചികൾക്ക്. ഡ്രോണുകളോ അല്ലെങ്കിൽ വലിയ മിസൈലുകളോ, ഈ ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഉള്ളതുപോലെ വലിയ നമ്മുടെ ഫത്ത പോലെയുള്ള മിസൈലുകളോ, അത്തരം മിസൈൽ ഒന്നാന്തരം സേന ഒന്നാന്തരം സേനയാണ്. അത്യാവശ്യം മാത്രമല്ല, നോക്കൂ, ആ റെയിൽവേ റാഞ്ചൽ എന്ന് പറഞ്ഞാല് റെയിൽവേ റാഞ്ചല് സുനിലെ ആകെ ലോകത്ത് 4 നടന്നിട്ടുള്ളൂ. അതെ, 2 നെതർലാൻഡ്സില്, പിന്നെ ആദ്യത്തത് പീക്കിങ്ങില്, പഴയ ബെയ്ജിംഗ്. മനോരമ പറയുന്നത് ഇന്ത്യ നടന്നിട്ടുണ്ടെന്ന് ഇന്നലെ മനോരമ കുറെ കഥ പറയുന്നുണ്ട്. അതെവിടെയാണ് ഈ ട്രെയിൻ നമ്മൾ കേട്ടിട്ടില്ല. ട്രെയിൻ റാഞ്ചാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അതിന് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ധാരാളം ഉണ്ടല്ലോ. അതെ, ഞാൻ പറയാൻ വന്നത്, അതിൽ തന്നെ 30ഓളം പേര് ചാവേറുകളായിട്ടേ ഓരോ ബോഗിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായി രാജ്യം വേണം, ഞങ്ങൾ അതിന് ഒരേ സമയത്ത് ഇത്രയേറെ ആളുകൾ ചാവേറുകളായി സ്വന്തം രാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി. അത് യുവതികളും അല്ലേ, അക്കാദമിഷ്യൻസായ യുവതികളും ഒക്കെ ഉണ്ടാ ചാവേറാകാൻ തയ്യാറായിട്ട്. അപ്പം അവരുടെ രാജ്യസ്നേഹം നമ്മൾ മാനിക്കേണ്ടതാണ്. ഗംഭീരമാണ് അവരുടെ രാജ്യസ്നേഹം. അല്ലാതെ കൂലിപ്പട്ടാളമായിട്ട് വരുന്നതല്ലോ. പാകിസ്ഥാന്റെ ചോറുതീനികൾ ചോറ്റു പട്ടാളം ഇങ്ങോട്ട് കയറി വരുന്ന പോലെ. മാത്രമല്ല, ജിന്ന അവരെ പറ്റിച്ചതാണ്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ പിന്നാലെ പട്ടാളത്തെ വിട്ട് അത് പിടിച്ചെടുത്തു, അത് അനക്സ് ചെയ്തു. ആ കാലത്ത് നെഹ്റുവും കളിച്ചതായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകളിൽ വായിച്ചു. കാരണം അവർ ഇന്ത്യയോട് ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു തള്ളിക്കളഞ്ഞു എന്ന് റിപ്പോർട്ടിൽ വായിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ബലൂചിസ്ഥാൻ എന്തായാലും ഇന്ത്യയുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണെന്നാണ് നമുക്ക് അറിയുന്നത്. അതാണ് പാകിസ്ഥാൻ്റെ അസ്വസ്ഥത. വലിയ അസ്വസ്ഥതയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്കുള്ള നല്ല ബന്ധവും അസ്വസ്ഥതയും. ഏതായാലും പാകിസ്ഥാൻ ഇനിയിപ്പം എന്നാണാവോ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ വളഞ്ഞാക്രമിക്കുന്നു, ചൈനയെ വളഞ്ഞാക്രമിക്കുക എന്ന് സഹോ കോടിയേരി പറഞ്ഞല്ലേ, അതുപോലെ പാകിസ്ഥാനെ ഇന്ത്യ വളഞ്ഞാക്രമിക്കുന്നു എന്ന് ഇവർ പറയുമോ എന്നാണ് എൻ്റെ ഒരു ആശങ്ക. അതൊക്കെ താമസിയാതെ പറയാൻ സാധ്യതയുണ്ട്. കാരണം ഈ റംസാൻ ഇപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തല്ലോ, ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വേറൊരു ചാവേറാക്രമണം. അതെ, കാരണം ഈ ഒരു മാസത്തേക്ക് എന്നുള്ള ഏതോ ഒരു അജണ്ട, ഈ ഒരു മാസം പാകിസ്ഥാൻ സമാധാനത്തോടെ ഇരിക്കരുത് എന്നുള്ള ഒരു അജണ്ട ഉള്ള പോലെയാണ് ഇപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇന്നലെയും ഈ ചാവേറാക്രമണത്തിൻ്റെ ഇവിടെയൊന്നും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരാറില്ല എന്നുള്ളൊരു. പാകിസ്ഥാനല്ലേ, പാകിസ്ഥാനിൻ്റെ മക്കൾ ഒരുപാടുണ്ട് ഇവിടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.